വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബേബി ഹെഡ് ബാൻഡ് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിയുമ്പം 75 ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു 1 ഇയർ ബേബിക്കൊക്കെ പറ്റുന്ന ഹെഡ് ബാൻഡാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ചെയിനിലോട്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. 4ഉം സെയിം ചെയിനിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിയുമ്പം നെക്സ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. വീണ്ടും അടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലോട്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഫുള്ള് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാൻ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാണൊന്ന് കട്ട് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ആ ചെറിയ സ്പേസിലോട്ട് കറക്റ്റായിട്ട് ഹുക്ക് കയറ്റി കൊടുക്കാം. എവിടെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിയുമ്പം നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞുള്ള ചെയിനിലോട്ട് 4 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞുള്ള ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പം നേരത്തെ ചെയ്ത് ആ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ സൈഡും ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ബാക്കി ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി.
അപ്പോൾ രണ്ട് സൈഡും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള യാൺ കട്ട് ചെയ്ത് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിലും സിമ്പിളായിട്ട് ഈ ഹെഡ് ബാൻഡ് യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 4mm ഹുക്കാണ് യൂസ് ചെയ്തത്. ഇതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് 13 ചെയിൻ ഇട്ട് കൊടുക്കാം. ചെയിൻ ഇട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ചെയിനിലോട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പം ലാസ്റ്റ് ഒരു ചെയിനും കൂടെ ഇട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പം ഇതുപോലെ കുറച്ച് നീട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ആണ് ഫ്ലവർ അറ്റാച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊരു ഫ്ലവേഴ്സാണ് ആവശ്യം അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെഡ് ബാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.